ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം അയോധ്യയിൽ നമുക്കെല്ലാം അറിയാം, ഈ ജനുവരി 22 പ്രതിഷ്ഠ നടക്കുന്നു. ലോകത്തിൽ അനേക പ്രസ്ഥാനങ്ങൾ, ആശ്രമങ്ങൾ സമൂഹത്തിൻ്റെ സങ്കല്പത്തെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് തീർത്തും പ്രാർത്ഥനാനിർഭരമായ മനസ്സോടുകൂടി സമൂഹത്തിൻ്റെ സങ്കല്പശക്തിയെ അതിലേക്ക് കൊണ്ടുവരാൻ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ വളരെ എളിയ ഒരു പ്രവൃത്തി ശ്രീരാമനാമാർച്ചന അദ്വൈതാശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിലും നടക്കുന്നുണ്ട്. കഴിഞ്ഞ ഏകാദശിക്ക്, അതായത് പൗഷത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിക്ക് ആരംഭിച്ച് ശുക്ലപക്ഷ ഏകാദശി വരെ, അതായത് 21 വരെ നീണ്ടു നിൽക്കുന്ന ഒരു നാമാർച്ചനയാണ്. രാവിലെ 6:30 മണിക്കും വൈകിട്ട് 7 മണിക്കും അനേകായിരം പേര് അതിൽ പങ്കുചേരുന്നുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട്. അതിനിടയ്ക്കാണ് ഈ ഒരു പരിപാടി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടൊരു ദിവസം നമുക്ക് ഇവിടെയും ആ ഒരു അർച്ചന വയ്ക്കാം, അല്പസമയം. ഇന്ന് നമുക്ക് പ്രഭാഷണം തുടരുന്നതിന് മുമ്പായിട്ട് ഒരല്പസമയം ഒത്തുചേർന്ന് ശ്രീരാമ മന്ത്രം ജപിച്ച് അനന്തരം ഇന്നത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഓം ശ്രീരാം ജയ രാമ ജയ ജയ രാമ ചൊല്ലാം. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. 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 ഓം ശ്രീരാമ ജയ രാമ
ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ഓം ശ്രീമദ് ഭഗവത്ഗീതയിൽ 5-ാം അധ്യായത്തിൽ 6-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചത്. ഹേ മഹാബാഹോ, യോഗം കൂടാതെ താത്പര്യം യോഗത്തിലൂടെയല്ലാതെ യോഗസിദ്ധി കൈവരിക്കാതെ തീർത്തും ചിത്തവൃത്തി നിരോധത്തിലേക്ക് ഉയരാതെ സന്യാസം ദുഃഖത്തെ മാത്രമേ നൽകൂ. അതുകൊണ്ട് നീ യോഗിയാവൂ എന്നർത്ഥം. യോഗയുക്തനായ മുനിയാകട്ടെ ഒട്ടും താമസമില്ല, അച്ചിരേണ വളരെ പെട്ടെന്ന് ബ്രഹ്മ അധിഗച്ഛതി, ബ്രഹ്മപ്രാപ്തനാകുന്നു, ബ്രഹ്മസാക്ഷാത്കാര സമ്പന്നനാകുന്നു. ഇപ്പം 4-ാം അധ്യായത്തിൻ്റെ ഒടുവിൽ യോഗമാതിഷ്ഠ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഉത്തിഷ്ഠ ഭാരത, നീ യോഗത്തെ ആശ്രയിക്കൂ എന്ന്. അതൊന്നും കൂടി ഉറപ്പിച്ചു ഇവിടെ. സന്യാസവും യോഗവും രണ്ടും നിശ്രേയസ്കരങ്ങളാണെങ്കിലും നിന്നെ സംബന്ധിച്ച് യോഗമാണ് ശ്രേയസ്കരം. യോഗത്തിലൂടെ സാഖ്യത്തിലേക്കും സാഖ്യത്തിലൂടെ നിശ്രേയസത്തിലേക്കും ഉയരാം. അതുകൊണ്ട് സാഖ്യത്തെ ആവട്ടെ യോഗത്തെ ആവട്ടെ നിവൃത്തിയെയാവട്ടെ പ്രവൃത്തിയെയാവട്ടെ സന്യാസത്തെയാകട്ടെ കർമ്മത്തെയാകട്ടെ ആശ്രയിച്ചാൽ ഒരേ ലക്ഷ്യത്തിലേക്ക് ഉയരാം. ഇത് പറഞ്ഞ ശേഷമാണ് ചിത്തസംയമമാകുന്ന യോഗം നേടാതെ സന്യാസം അസാധ്യമാണെന്ന് പറഞ്ഞത്.
തുടർന്ന് പറയുന്നു, നോക്കൂ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. യോഗയുക്തഃ, യോഗയുക്തനായാൽ, യോഗത്തോട് ചേർന്നവൻ. ഇവിടെ നമ്മൾ യോഗം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു, പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന എല്ലാ സാധനാക്രമങ്ങളെയും നമുക്ക് യോഗം എന്ന് പറയാം. ആ നിലയ്ക്കാണ് ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം എന്നൊക്കെ പറയുന്നത്. ഇനി വേറെയും പല യോഗങ്ങളും ഉണ്ടാവാം. അതെല്ലാം പരമമായ തത്വവിജ്ഞാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന, ഉയർത്തുന്ന സാധനാ പഥങ്ങൾ എന്നുള്ള നിലയ്ക്കാണ്. നമ്മൾ യോഗശബ്ദത്തെ മാത്രമെടുത്ത് അപഗ്രഥിച്ചാൽ യുജ് മേളനെ അല്ലെങ്കിൽ യുജ് സമാധൗ എന്നിങ്ങനെയുള്ള ധാതുക്കളിൽ നിന്നൊക്കെ യോഗശബ്ദം ഉണ്ടാവാം. കൂടിച്ചേർച്ചയാണ് യോഗം, മേളനം. പാർത്ഥത്തിലാണ് ഇതൊരു കൂടിച്ചേർച്ചയാണ്, ഇതൊരു യോഗമാണെന്ന് പറയും. അവിടെ മുതലക്കുളത്ത് വെച്ച് യോഗം ഉണ്ടായി എന്ന് പറയും. കൂടിച്ചേർച്ചയാണ്. എന്നാൽ ഇവിടെ യോഗം എന്ന് പറയുന്ന സമയത്ത് അന്വേഷകനും അന്വേഷ്യവും ഒന്നായിത്തീരുന്ന, ഏതൊരു പരമസത്യത്തെ താൻ അന്വേഷിച്ചുവോ അത് തന്നെയാണ് തൻ്റെ സ്വരൂപമെന്ന ബോധത്തിൽ അന്വേഷകനും അന്വേഷ്യവും ഒന്നായിത്തീരുന്ന, ജീവനും ഈശ്വരനും രണ്ടല്ല, വിദ്യ അവിദ്യ എന്ന ഉപാധികളുടെ വ്യത്യാസം മാറ്റിക്കഴിഞ്ഞാൽ സത്യം ഏകമാണ് എന്ന സാക്ഷാത്കാരമാണ് ആത്യന്തികമായി യോഗം. ഇനി അതിലേക്ക് നയിക്കുന്നത് എന്ന നിലയ്ക്ക് സമത്വബുദ്ധിയോടുകൂടി സകല കർമ്മങ്ങളെയും ചെയ്യുന്നതിനെ യോഗമെന്ന് പറയും. സിദ്ധ്യസിദ്ധ്യോഹോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. സിദ്ധിയിലും അസിദ്ധിയിലും സമഭാവത്തോടു കൂടിയുള്ള യാതൊരു സമത്വമുണ്ടോ അതാണ് യോഗം. ആ സമത്വബുദ്ധി നേടിക്കഴിഞ്ഞാലോ അത് കുശലതയാണ്. എന്താ കുശലത? ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നു, എന്നാൽ അവയുടെ സംസ്കാരത്താൽ ഫലത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. അതാണ് യോഗ കർമ്മസു കൗശലം. അപ്പം ഈ ഒരു കർമ്മയോഗത്തിലൂടെ ഫലനിരപേക്ഷമായി കർമാചരണം ചെയ്യുന്നതിലൂടെ, അഥവാ അതിനെയും പ്രാപിക്കുന്നതിനുള്ള ഉപായമായ ഈശ്വരാർപ്പണ ഭാവത്തോടുകൂടി കർമ്മം ചെയ്യുന്നതിലൂടെ യോഗയുക്തനാകുന്നു. യോഗയുക്തഃ തദ്വാര വിശുദ്ധാത്മാ, വിശുദ്ധമായ അന്ധകരണത്തോടു കൂടിയവൻ. ആരുടെ മനസ്സ്, ബുദ്ധി തീർത്തും വിശുദ്ധമായിരിക്കുന്നുവോ, മാലിന്യങ്ങളെല്ലാം നീങ്ങിയതായിരിക്കുന്നു,
ചിത്തദോഷങ്ങളൊക്കെ അതിക്രമിച്ച തലത്തിലെത്തി. എന്തെല്ലാം ചിത്തദോഷങ്ങൾ നമ്മളിലുണ്ട്. കാമ, ക്രോധ, ലോഭ, മോഹ, മത മാത്സര്യങ്ങളാവട്ടെ, അസൂയം, ദമ്പ, ദർഭ, ഷാഠ്യ, കുഹക, അങ്ങനെ മായാവിത്വ, അങ്ങനെ പോവും. അനേകവിധ ദോഷങ്ങൾ അടിഞ്ഞുകൂടിയിരിക്കുക. ഈ ചിത്തത്തിൽ അടിഞ്ഞുകൂടിയ ദോഷങ്ങളെല്ലാം നീങ്ങി ശുദ്ധമായി. അവനെ പറ്റിക്കണം, അവളെ പറ്റിക്കണം എന്നുള്ള ഒരു ചിന്തയും ഇല്ല. ഏകാഗ്രതമമായി സത്യത്തിൽ ഉറച്ചു. അതാണ് വിശുദ്ധാത്മാ, വിശുദ്ധ അന്ധകരണത്തോടു കൂടിയവൻ. അപ്പോൾ യോഗയുക്തനായതുകൊണ്ട് വിശുദ്ധാത്മാവായി. പിന്നെ വിജിതാത്മാ, അവിടെ ആത്മശബ്ദത്തിന് വിശുദ്ധാത്മാ, വിജിതാത്മാ, ഈ പ്രയോഗങ്ങളിലൊന്നും ആത്മാ എന്നുള്ള പാരമാർത്ഥിക അർത്ഥം നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം സ്വതസിദ്ധമായി സ്വതവേ ശുദ്ധമായ ആത്മാവിനെ വിശുദ്ധാത്മാ എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ അന്ധക്കരണം എന്നർത്ഥമെടുക്കും. അതുപോലെ ഇവിടെയും വിജിതാത്മാ എന്ന് പറയുമ്പോൾ തൻ്റെ അന്തഃകരണത്തെ, മനസ്സിനെ, ബുദ്ധിയെ, ഇന്ദ്രിയങ്ങളെ, കരണങ്ങളെ തീർത്തും സ്വാധീനമാക്കിയവൻ, നിയമിച്ചവൻ, സ്വവശത്തിൽ വെച്ചവൻ എന്നർത്ഥം. ആരുടെ നിയന്ത്രണത്തിലാണോ ഇന്ദ്രിയ അന്ധഃകരണങ്ങൾ അയാൾ. ഒരു വിഷയത്തെ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, രുചിക്കുമ്പോൾ, മണക്കുമ്പോൾ, സ്പർശിക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ പിന്നാലെ പോയി. ഇന്ദ്രിയം മനസ്സിനെ വലിക്കും, മനസ്സിന്ദ്രിയങ്ങളെ തള്ളും. ഈ രണ്ട് പ്രക്രിയ നടക്കും, ഒരു വലിക്കലും ഒരു തള്ളലും. കൊള്ളാം, നല്ലതാണ് എന്നും മറ്റും സങ്കല്പങ്ങളിലൂടെ മനസ്സ് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് തള്ളും. ഇന്ദ്രിയങ്ങളാകട്ടെ മനസ്സിനെ വിഷയങ്ങളിലേക്ക് വലിക്കും. അപ്പോഴോ നമ്മൾ നമ്മുടെ മാർഗത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും എല്ലാം വ്യതിചലിക്കും. അവിടെയാണ് ആർക്കധീനമാണോ ഇന്ദ്രിയങ്ങളും മനസ്സും, ആരുടെ നിയന്ത്രണത്തിലാണോ അവ പ്രവർത്തിക്കുന്നതും നിവർത്തിക്കുന്നതും അയാളുടെ നിയന്ത്രണത്തിലാണ്. വാസ്തവത്തിൽ അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ ധീരൻ എന്നൊക്കെ വിളിക്കുക. ധീരൻ ധീരൻ എന്ന് പറഞ്ഞാൽ സാഹസികനല്ല. ധീരൻ എന്ന് പറഞ്ഞാൽ അവിവേകം ചെയ്യുന്ന ആളല്ല. പ്രത്യേകം മനസ്സിലാക്കണം. മനസ്സിനെ, ബുദ്ധിയെ സ്വാധീനത്തിൽ വെച്ചിട്ടുള്ളവനാണ്, നിയന്ത്രിച്ചിട്ടുള്ളവനാണ് ധീരൻ. അവൻ തന്നെയാണ് വിജിതാത്മാ. വിജിതം അന്തഃകരണം യസ്യ, ആരുടെ അന്തഃകരണമാണോ വിശേഷേണ ജയിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അത് നമ്മളെ ജയിക്കുക ചെയ്യുക. ഇവിടെ ഇരുന്ന് ഇപ്പം ഇത് കേൾക്കാൻ വേണ്ടി തന്നെ കഷ്ടപ്പെട്ട് വന്നിരുന്നതാ, വിഷമിച്ച് വന്നിരുന്നതാ ഇത് കേൾക്കാൻ തന്നെ. പക്ഷേ എന്തോ ചിന്ത വന്നു, അതിൻ്റെ പിന്നാലെ പോയി. പിന്നെ എങ്ങോട്ട് പോയി എന്നൊരു പിടുത്തവും കിട്ടില്ല. എങ്ങൊക്കെയോ പോയല്ലയും. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഭാഷണം കുറേ നീങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഒരു ബന്ധം കിട്ടില്ല. ഇനി അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു രൂപം ഇവിടെ വന്ന് നിൽക്കുന്നത്, അതിൻ്റെ പിന്നാലെ പോവും കണ്ണ് രണ്ടും. ഒരു പാട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ശബ്ദം പുറമേന്ന് വന്നാൽ മതി, അതിൻ്റെ പിന്നാലെ പോയി ചെവി രണ്ടും. എന്തെങ്കിലും പൊരിക്കുകയോ വറക്കുകയൊക്കെ ചെയ്യണം, മണം വന്നാൽ മതി, മൂക്ക് രണ്ടും അതിൻ്റെ പിന്നാലെ പോവും. ഇല്ലേ? സ്വാഭാവികമാണ്. അങ്ങനെ അവ അലഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അലഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടും ഉണ്ടാവും. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് മാർഗത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിലും ഇന്ദ്രിയാന്തകരണങ്ങൾ നിയന്ത്രിതമാവണം. ഇത് ശ്രദ്ധിക്കുക. നമ്മളെ
വളരെ കഴിവുള്ളവരാണ് നമ്മുടെ മക്കൾ, പുതിയ മക്കൾ. പക്ഷേ ഒരു 5 മിനിറ്റ് പോലും സ്വസ്ഥമായി ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. തിളച്ചുകൊണ്ടിരിക്കും. മനോനിയന്ത്രണത്തിനുള്ള ഉപാധികൾ അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല. കിട്ടുന്നതൊക്കെ മനസ്സിനെ പലതിലേക്ക് വലിക്കണം. കൊച്ചുകുട്ടിയാവുമ്പോൾ തന്നെ മനസ്സിനെ ഛിന്ന ഭിന്നമാക്കുന്ന കാർട്ടൂൺ വെച്ചു കൊടുത്തിട്ടാണ് ഭക്ഷണം തന്നെ കൊടുക്കണത് അമ്മമാർ. എത്ര ആപത്താണെന്നറിയോ? സാന്ദർഭികമായി പറഞ്ഞെന്ന് മാത്രം. വിജിതാത്മാ ജിതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ. ഇന്ദ്രിയങ്ങളെ ജയിച്ചവെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ കൊന്നവനെന്നല്ല അർത്ഥം. അവയെ പ്രവർത്തിപ്പിക്കുന്നതും നിവർത്തിപ്പിക്കുന്നതും തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. ആരെങ്കിലും ഒരാൾ നിയന്ത്രിക്കണം. ഒന്നുകിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ നമ്മളെ നിയന്ത്രിക്കും. അവ നമ്മെ നിയന്ത്രിച്ചാൽ നമ്മൾ അടിമയായി. അവയെ നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മൾ ഉടമയായി. ഏതാ വേണ്ടേ ആലോചിക്കുക. നമുക്ക് അടിമയാവണമെങ്കിൽ അടിമയാവാം, ഉടമയാവണമെങ്കിൽ ഉടമയാവാം. അത് രണ്ടും നമുക്ക് സ്വാധീനമാണ്. അപ്പം ഇന്ദ്രിയങ്ങളുടെ വ്യാപാരത്തെ വേണ്ട വിധത്തിൽ നിയമിക്കാൻ കഴിയുന്നവൻ, അവനാണ് ജിതേന്ദ്രിയ. കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. സർവഭൂതാത്മഭൂതാത്മാ, സർവഭൂതങ്ങളുടെയും അന്തരാത്മാവ് തന്നെയാണ് തൻ്റെ സ്വരൂപമെന്ന ഉറച്ച ബോധത്തിൽ കഴിയുന്നവൻ. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറയുന്നിടത്തെല്ലാം എല്ലാത്തിൻ്റെയും ഉണ്മയൊന്നാണ്. എന്നിൽ ഞാനായി കുടികൊള്ളുന്നവൻ തന്നെയാണ് നിന്നിൽ നീയായി കുടികൊള്ളുന്നത്. നമ്മുടെ സ്വരൂപമേകമാണ്. സ്വരൂപമേകമാണ്. ഈയൊരു ബോധത്തിൽ ഉറച്ച ആൾ വേദാന്ത ചിന്തയുടെ പരമാവധി പ്രഖ്യാപിക്കുന്ന ഒരു മന്ത്രം ഓർമ്മിക്കട്ടെ. യസ്മിൻ സർവാണി ഭൂതാനി ആത്മൈവാഭൂത് വിജാനത തത്ര കോ മോഹ കശോക ഏകത്വമനുപശ്യതഃ. ഇതിൽ പരം ഉപനിഷത്തിനൊന്ന് പറയാനില്ല. യാതൊരാളിലാണോ സർവഭൂതങ്ങളും, സർവാണി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും, ഭൂതങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഏകകോശ ജീവി തൊട്ട് ചിന്തിച്ചോളൂ, അല്ലെങ്കിൽ ഏകകോശ സസ്യം തൊട്ട് ചിന്തിച്ചോളൂ, അങ്ങ് ബ്രഹ്മാവ് വരെ ചിന്തിച്ചോളൂ. സർവസമഷ്ടിയും സർവഭൂതങ്ങളും താൻ തന്നെയായി തീർന്നിരിക്കുന്നത്. അവിടെ എന്ത് ശോകം, എന്ത് മോഹം എന്നാണ് ഉപനിഷത്ത് ചോദിക്കുന്നത്. ആ വിജ്ഞാനിക്ക്, ആ ഏകത്വദർശിക്ക് ശോകമോഹങ്ങളില്ല. ഭേദബുദ്ധിയുള്ളവനാണ് ശോകമോഹങ്ങൾ. സർവഭൂതാത്മഭൂതാത്മാ, സർവഭൂതങ്ങളുടെയും ആത്മാവായി സ്വയം ഭവിച്ചവൻ. അവിടെ ഭവിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാണ്, അല്ലാതെ പുതുതായിട്ട് എന്തെങ്കിലും ആയി തീരുകയല്ല. നമ്മുടെ അറിവ് എന്താണോ അതാണ് നമ്മൾ. ലൗകികമായും അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. ഞാൻ ദുർബലനാണെന്നാണോ? നമ്മൾ ദുർബലൻ തന്നെയാണ്. നമ്മൾ സുബലനാണോ? നമ്മൾ സുബലൻ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. ഞാനൊന്ന് വേറെ, നീയൊന്ന് വേറെ എന്ന ഭാവനയിലാണോ? നമ്മൾ ഭിന്നരാണ്. അല്ല, സർവചരാചരങ്ങളിലും സ്വരൂപം ഏകമാണെന്ന ബോധത്തിലാണോ? എങ്കിൽ ഏകത്വം തന്നെയാണ്. ഇപ്പം സർവഭൂതങ്ങളുമായി സ്വയം ഭവിച്ചവൻ.
ഇത് പ്രസംഗിക്കാൻ വളരെ എളുപ്പമാണ്, അനായാസേന പ്രസംഗിക്കാം. പക്ഷേ ആ സ്ഥിതി ഏതാണെന്ന് ഭാവന ചെയ്യാം. ആയിരത്തി 1800-കളിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള സന്ദർഭത്തിൽ ഒട്ടനവധി കലാപങ്ങൾ ഉത്തരഭാരതത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടാക്കപ്പെട്ടു. വിഭജിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രം പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണത്. മെറഠിനടുത്ത് ഒരു സന്യാസി ശ്രേഷ്ഠനെ കുറച്ച് പേര് മർദ്ദിച്ചു. ശാരീരികമായി ഇദ്ദേഹം വളരെ ക്ലേശിച്ചു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഈ മർദ്ദകന്മാരെ പിടിച്ച് കെട്ടിക്കൊണ്ടുവന്നു കാൽക്കൽ വെച്ച്. അവരെത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും മർദ്ദകന്മാരെ പിടിച്ച് കെട്ടിക്കൊണ്ടുവരണമെങ്കിൽ. കാൽക്കൽ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആരാണോ മർദ്ദിച്ചത് അവർ തന്നെയാണ് അദ്ദേഹത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നതും ഒക്കെ ഒന്ന് തന്നെ. രണ്ടു കൂട്ടരും അവിടെ നമസ്കരിക്കുക അല്ലാതെ എന്താ ചെയ്യുക? ചിന്തിക്കുക. സർവഭൂതാത്മ കുർവൻ അപി, അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്താലും നലിപ്യതേ, കർമ്മത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല, ബന്ധിക്കപ്പെടുന്നില്ല. താത്പര്യം കർമ്മമല്ല നമ്മളെ ബന്ധിക്കുന്നത്, കർമ്മത്തോടനുബന്ധിച്ചുള്ള നമ്മുടെ ഭാവനയാണ് നമ്മളെ ബന്ധിക്കുന്നത്. എൻ്റെ, എനിക്ക്, ഈ അഹങ്കാരം, മമത്വം, ഇത് കർമ്മത്തോട് ചേർന്ന് അത് നമ്മളെ ബന്ധിക്കാൻ സമർത്ഥമാകുന്നു. കർമ്മത്തിന് നമ്മളെ ബന്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആരിൽ പരിമിതമായ മമത്വം ഇല്ലയോ അയാൾ ലോകദൃഷ്ട്യ എന്തു ചെയ്താലും ന ലിപ്യതേ, അയാൾക്ക് കർമ്മബന്ധനമില്ല. ലൗകികമാകട്ടെ വൈദികമാകട്ടെ അയാൾ എന്തു തന്നെ പ്രവർത്തിച്ചാലും. കാരണം കർമ്മത്തിലുള്ള മമത്വാഭിമാനം അവിടെ ഇല്ല എന്നർത്ഥം. ഇതാണ് വേദാന്തത്തിൻ്റെ സുനിശ്ചിതമായ പക്ഷം. ശ്രദ്ധിക്കുക, നോക്കൂ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. കുർവൻ അപി ന ലിപ്യതേ എന്ന് പറഞ്ഞു. അവൻ ചെയ്താലും അതിനാൽ ബന്ധിക്കപ്പെടുന്നില്ല. സാധാരണ ലൗകിക വൃത്തിയിൽ നമ്മൾ എന്തെങ്കിലും ഒരല്പം ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ, അതിനേക്കാളേറെ ചെയ്യുന്നു എന്നുള്ള അഭിമാനത്തിൻ്റെ ഭാരവും ചെയ്യും. രണ്ടും കൂടി ആകുമ്പോൾ വേഗം ക്ഷീണിച്ചു പോകും, ഇല്ലേ? ചെയ്യുകയും വേണം, ചെയ്യുന്നു എന്നുള്ള അഭിമാനവും ചെയ്യണം. രണ്ടും കൂടി ആകുമ്പോഴോ എളുപ്പം ക്ഷീണിക്കും, അതിൽ സന്ദേഹമൊന്നുമില്ല. അതുകൊണ്ട് വിജ്ഞാനികളായ മഹാപുരുഷന്മാരുടെ ചെയ്തികൾ നമ്മളൊന്ന് നിരീക്ഷിച്ചാൽ മതി. അവർക്ക് അളവറ്റ കർമ്മം ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ അത്ഭുതപ്പെടില്ലേ? ഒരു ആയുഷ്കാലത്ത് എങ്ങനെ ഇതൊക്കെ ചെയ്തു? വ്യാസഭഗവാനെ നോക്കൂ, ശങ്കരാചാര്യസ്വാമികളെ നോക്കൂ, മഹാപുരുഷന്മാരെ ആരെ വേണമെങ്കിൽ നോക്കിക്കോളൂ. എങ്ങനെയാണ് അളവറ്റത് ചെയ്യാൻ കഴിഞ്ഞത്? നമുക്ക് ചിന്തിക്കാൻ കഴിയാത്തത് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? അവിടെ ചെയ്യൽ മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുകയും ചെയ്യും, ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനവും ചെയ്യും, ഇതിൻ്റെ ഫലം എനിക്ക് എന്നുള്ള മമത്വവും ചെയ്യും. എല്ലാം കൂടി ആകുമ്പോൾ ക്ഷീണിച്ചു, വലിയ ഭാരം. മറ്റുള്ള ലൗകികമാകട്ടെ വൈദികമാകട്ടെ
എന്തു ചെയ്താലും ന ലിപ്യതേ, കർമ്മത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. ഈ പറഞ്ഞതിനെ മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഇതേ ആശയത്തെ ഇപ്പം പറഞ്ഞ കുറുവൻ അപിന ലിപ്യതേ, ചെയ്യുന്നവനാണെങ്കിലും ലേപനം ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞതിനെ വിസ്തരിച്ച് പറയുകയാണ് അടുത്ത ശ്ലോകങ്ങളിലൂടെ. നോക്കൂ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. നൈവ കിഞ്ചിത് കരോമീതി. കുറച്ച് കുറഞ്ഞല്ലോ, ഞാനൊന്നും ചെയ്യണില്ല എന്നുള്ളത് അഭിമാനം വന്നു പോയോ? ഇത് ചൊല്ലണവും ഞാനല്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും വരണില്ല എന്നായോ? നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവിത് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നപി ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. പറയാണ് യുക്തഃ, യുക്തൻ, സമാഹിതൻ. സമാഹിതൻ എന്ന് പറഞ്ഞാൽ തീർത്തും മനസ്സും ബുദ്ധിയും നല്ലപോലെ ആരിൽ അടങ്ങിയിട്ടുണ്ടോ അവൻ യോഗി എന്നർത്ഥം. യുക്തൻ, യോഗി, ചേർന്നവെന്നാ യുക്തൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. എന്തിനോട് ചേർന്നവൻ? തന്നോട് ചേർന്നവൻ. നമ്മൾ വേറെ പലതിനോടും ചേർന്നിരിക്കുക. അങ്ങനെ പലതിനോട് ചേർന്നിരിക്കുമ്പോൾ നമ്മൾ മറന്നു പോവുക. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. എന്നാൽ തന്നോട് ചേർന്നവൻ, താനായിരിക്കുന്നവൻ യുക്തൻ, സമാഹിതൻ, യോഗി എന്നൊക്കെ പറയാം. യുക്തഃ തത്വവിത്, തത്വത്തെ അറിഞ്ഞവൻ. തത് ശബ്ദം കൊണ്ട് ഈശ്വരനെ, പരമാത്മാവിനെ പറയുന്നു. ത്വം ശബ്ദം കൊണ്ട് ജീവനെ പറയുന്നു. ജീവേശ്വര ഐക്യമാകുന്ന തത്വത്തെ അറിഞ്ഞവൻ, പാരമാർത്ഥികമായ സത്യത്തെ അറിഞ്ഞവൻ, തത്വവിത്. ആര്? യുക്തൻ, യുക്തനായ തത്വവിത്. നൈവ കിഞ്ചിത് കരോമീതി മന്യേത, ഞാനൊന്നും ചെയ്യുന്നില്ല എന്നയാൾ മനസ്സിലാക്കുന്നു. ഞാനൊന്നും ചെയ്യുന്നില്ല. എങ്ങനെയുള്ളവൻ? പശ്യൻ, കാണുന്നവനാണ്. ശൃണ്വൻ, കേൾക്കുന്നവനാണ്. സ്പൃശൻ, സ്പർശിക്കുന്നവനാണ്. ജിഘ്രൻ, വാസനിക്കുന്നവനാണ്, മണക്കുന്നവനാണ്. അശ്നൻ, ഭക്ഷണം കഴിക്കുന്നവനാണ്. ഗച്ഛൻ, സഞ്ചരിക്കുന്നവനാണ്. സ്വപൻ, ഉറങ്ങുന്നവനാണ്. ശ്വസൻ, ശ്വസിക്കുന്നവനാണ്. പ്രലപൻ, നല്ലപോലെ സംസാരിക്കുന്നവനാണ്. വിസൃജൻ, വിസർജിക്കുന്നവനാണ്. ഗൃഹ്ണൻ, ഗ്രഹിക്കുന്നവനാണ്, എന്തിനെങ്കിലും എടുക്കുന്നവനാണ്. ഉന്മിഷൻ, തുറക്കുന്നവനാണ്, കണ്ണ് തുറക്കുന്നവനാണ്. നിമിഷൻ, കണ്ണ് പൂട്ടുന്നവനാണ്. അപി, എങ്കിലും. ഈ അപി ശബ്ദം എല്ലാത്തിനോടും ചേർക്കണം. പശ്യൻ അപി, കാണുന്നവനാണെങ്കിലും. അപ്പോൾ കണ്ണിലൂടെ
കണ്ണുകളിലൂടെ കാണുക എന്ന വ്യവഹാരം ചെയ്യുന്നുണ്ട്. ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവനറിയാം ഞാനൊന്നും ചെയ്യുന്നില്ല. അവിടെ പോയിട്ട് കണ്ണ് രൂപത്തെ കാണുന്നു എന്ന പ്രവർത്തനത്തിൽ പോയിട്ട് ഞാൻ കാണുന്നു എന്നുള്ള അഭിമാനത്തെ അവൻ ചേർക്കുന്നില്ല. ഒരിക്കലൊരാൾ പറഞ്ഞു, സ്വാമി ഞാനൊരു 5000-ഓളം തെങ്ങ് വെച്ചിട്ടുണ്ട്. ഇത് കഥയല്ല. ഞാൻ പറഞ്ഞു വളരെ സന്തോഷമുണ്ട്. മെല്ലെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കൈ ഒന്ന് നമ്മളെ കയ്യിലാക്കി ഒന്ന് തടവി നോക്കി. ഒരൊറ്റ തഴമ്പുമില്ല, ഒരു തഴമ്പുമില്ല. 5000 തെങ്ങ് വെച്ച ഒരാളാണെങ്കിൽ കൈക്ക് നല്ല തഴമ്പുണ്ടാവണം. കൈക്കോട്ട് പിടിച്ചിട്ട് നല്ല തഴമ്പുണ്ടാവും, ഉറപ്പാ. ഇയാൾക്ക് ഒരു തഴമ്പുമില്ല എന്ന് മാത്രമല്ല, വളരെ മൃദുലമായിരിക്കുന്നു കൈ പിടിച്ചാൽ പലതും മനസ്സിലാവുമല്ലോ ഇല്ലേ? അതെ, വളരെ മൃദുലമാണ്. പക്ഷെ ഇയാളോ 5000 തെങ്ങ് വെച്ചു എന്നാണ് പറയണത്. എന്താ കാരണം? അയാൾ ഏറി വന്നാൽ ചെയ്തിട്ടുണ്ടാവുന്ന പണി കുടയും ചൂടി വരമ്പത്ത് നിന്നിട്ടുണ്ടാവും. ഏറി വന്നാൽ ചില്ലാനം കൊടുത്തിട്ടുണ്ടാവും. വെച്ചതാരാ? വെച്ചത് വേറെ പല ജോലിക്കാരാ. പലരും ചെയ്യുന്നതിൽ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നു. ഇതല്ലേ നമ്മളൊക്കെ ചെയ്തു കൂട്ടണത്? ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം കണ്ണ് ഞാനല്ല എൻ്റെതാണ്, ചെവി ഞാനല്ല എൻ്റെതാണ്, മൂക്ക് ഞാനല്ല എൻ്റെതാണ്. ഈ ഉപാധികൾ ചെയ്യുന്നതിനോട് നമ്മളങ്ങ് ചേർന്ന് ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കും. ഞാൻ അത് ചെയ്തു, ഞാനിത് ചെയ്തു, ഇന്നിപ്പോൾ അത് ചെയ്തു കഴിഞ്ഞ് നാളെ അപ്പോൾ അത് ചെയ്യാൻ പോവാണ്. എന്നാൽ തത്വദർശി ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നു, അവയിൽ നിന്ന് തീർത്തും വിട്ട് കഴിയുന്നു. നൈവ കിഞ്ചിത് കരോമീതി, ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് അവനറിയാം. ശ്രീരാമൻ എത്ര പേരെ കൊന്നിട്ടുണ്ടാവും? ആർക്കാ പറയാൻ പറ്റുക? വെറും 3.25 നാഴിക കൊണ്ടാണ് 14,000 പേരെ ശരിയാക്കിയത്. ഖരൻ, ദൂഷണൻ, ത്രിശിരസ് തുടങ്ങിയവ 14,000 പേരെ 3.25 നാഴിക കൊണ്ടാണ്. പിന്നെ രാമരാവണ യുദ്ധത്തിലോ അത് പറയാനും പറ്റില്ല, അത്ര ലക്ഷം പേരെ ശരിയാക്കിയിട്ടുണ്ടാവും. എന്നാൽ ശ്രീരാമചന്ദ്രൻ്റെ പേരുകളിൽ പ്രസിദ്ധമാണ് അഹിംസകഃ, അഹിംസകൻ. ശ്രീകൃഷ്ണൻ്റെ പ്രസിദ്ധങ്ങളായ പേരുകളിൽ നിത്യബ്രഹ്മചാരി എന്നുള്ളത് പ്രസിദ്ധമാണ്. നിത്യബ്രഹ്മചാരിയാണ് കൃഷ്ണൻ. ആര്? 8 വിവാഹം കഴിച്ച ആളാണ്. ഓരോ വിവാഹബന്ധത്തിലും 10 കുട്ടികൾ വീതം. അപ്പം 80 മക്കൾ വൈവാഹിക ബന്ധത്തിൽ തന്നെ ഉണ്ട്. അല്ലാത്തത് എത്രയെന്ന് ഭഗവാനെ അറിയുള്ളൂ, നമുക്കറിയില്ല. വെളിവിൽ 80 ഉണ്ട്, ഒളിവിൽ എത്ര ഉണ്ട് നമുക്കറിയില്ല. ഒന്നറിയാം, കുബ്ജയുടെ മകൻ ഉപശ്ലോകൻ. അപ്പോൾ എന്തായാലും വിവാഹത്തിലും അല്ലാതെയൊക്കെ ആയിട്ട് 81 മക്കൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണന്. റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്രയെന്ന് ഭഗവാനേ അറിയുള്ളൂ, ഭഗവാൻ അറിയാവുന്ന സംശയമാണ്. പക്ഷേ ഭഗവാന്റെ പേര് നിത്യബ്രഹ്മചാരി. അതെങ്ങനെയാ? ചിന്തിക്കുക. അതെങ്ങനെയാന്ന് ആലോചിക്കുക. സാധാരണ നമ്മുടെ വ്യവഹാരം എങ്ങനെയാ? ഞാൻ ചെയ്യുന്നു, എൻ്റെ പറഞ്ഞിട്ടുള്ള അധ്യാരോപം അങ്ങനെ തിളക്കുക. ഇവിടെ
രസകരമായ ചില ബോർഡുകൾ ശ്രദ്ധയിൽപ്പെട്ടു. ഈ 20-ാം തീയതി വലിയ ചങ്ങല വരാൻ പോവുകയാണ്. ആ ചങ്ങലയുടെ പരസ്യത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്നാണ്. എതിരെയാ ചങ്ങല വരാൻ പോണത്? ഒന്നാന്തരം 6 വരി പാത തകൃതിയായി 100% കേന്ദ്ര ഫണ്ടിൽ പണി നടക്കുന്നതിലൂടെയാണ് അത് വരാൻ പോണത്. എന്നല്ല, കേരളത്തിൻ്റെ മന്ത്രി തന്നെ ആ റോഡ് ഇത്ര നല്ല റോഡെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ഇപ്പോൾ 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് അവഗണനയാവുക? ആ പോസ്റ്റ് കണ്ടപ്പോൾ എന്താ, ഇതാണ് ശരിക്ക് അവർ ചെയ്യുന്നു, ഇതാ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നു. ഞാനാണ് ഇതൊക്കെ ചെയ്യണത്. നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അഭിമാനിക്കുക, ഓരോരുത്തരും, മന്ത്രി മാത്രമൊന്നുമല്ല. ഒന്ന് മാറിയിരുന്ന് ചിന്തിച്ച് നോക്കുക. പ്രശ്നത്തിൻ്റെ ഭാഗമാകാതെ അതിൽ നിന്ന് മാറിയിരുന്ന് ചിന്തിക്കുക. നമുക്ക് കാണാൻ പറ്റും, ഉപാധികളുടെ ധർമ്മത്തിൽ ഞാൻ എന്ന് അധ്യാരോപിച്ച് നമ്മൾ കഴിയാണ്. അതിൻ്റെ ഫലമാണ് നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന സകല ദുഃഖങ്ങളും സകല ക്ലേശങ്ങളും. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. എന്നാൽ യുക്തനാകട്ടെ പശ്യനാണ്, കാണുന്നവനാണ്, ശൃണ്വനാണ്, കേൾക്കുന്നവനാണ്, സ്പൃശൻ സ്പർശിക്കുന്നവനാണ്, ജിഘ്രൻ മണക്കുന്നവനാണ്. താത്പര്യം എല്ലാ വ്യാപാരങ്ങളെയും ചെയ്യുന്നവനാണ്, ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. എന്നാൽ ഉപാധികളുടെ ധർമ്മത്തിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള താദാത്മ്യഭാവം അവിടെ ഇല്ല. അതുകൊണ്ട് അവൻ സ്വസ്ഥനായി ശാന്തനായിരിക്കുന്നു. ഏത് കർമ്മവ്യാപാരത്തിൻ്റെ മധ്യത്തിലും ബദ്ധനാവുന്നില്ല. ചിന്തിക്കുക. അപ്പോൾ പശ്യൻ, ശൃണ്വൻ, സ്പൃശൻ, ജിഘ്രൻ, അശ്നൻ, അശ്നൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവൻ, ഗച്ഛൻ ഗമിക്കുന്നവൻ, സഞ്ചരിക്കുന്നവൻ, സ്വപൻ ഉറങ്ങുന്നവൻ. വേണമെങ്കിൽ നമുക്കതിൻ്റെ ഒരു താത്പര്യം എടുത്തിട്ട് കിടക്കുന്നവൻ എന്ന് പറയാം. ഉറങ്ങുന്നവൻ എന്നാണ് പറയേണ്ടത്, എങ്കിലും കിടക്കുന്നവെന്ന് പറയാം. ശ്വസൻ ശ്വസിക്കുന്നവൻ, പ്രലപൻ നല്ലപോലെ സംസാരിക്കുന്നവൻ, വിസർജൻ വിസർജിക്കുന്നവൻ, മലമൂത്രാദി വിസർജനം ചെയ്യുന്നവൻ, ഗൃഹ്ണൻ പദാർത്ഥങ്ങളെ എടുക്കുന്നവൻ, ഉന്മീഷൻ കണ്ണ് തുറക്കുന്നവൻ, നിമിഷൻ കണ്ണ് പൂട്ടുന്നവൻ. എന്ന് വെച്ചാൽ എല്ലാ വ്യാപാരങ്ങളും ചെയ്തുകൊണ്ടിരിക്കെ തന്നെ അഹങ്കാര മമത്വങ്ങളുടെ അഭാവം കൊണ്ട് അവയിൽ നിന്നെല്ലാം വേർപെട്ടിരിക്കുന്നു. എന്താ അയാളുടെ ഭാവന? ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്തേ. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങളിൽ വർത്തിക്കുന്നു. ഇതാണ് അവൻ ധരിച്ചിരിക്കുന്നത്. ഇതി ധാരയൻ എന്ന് ധരിക്കുന്നവൻ. കണ്ണ് രൂപത്തിൽ വ്യാപരിക്കുന്നു, ചെവി ശബ്ദത്തിൽ വ്യാപരിക്കുന്നു, മൂക്ക് ഗന്ധത്തിൽ വ്യാപരിക്കുന്നു. ഇങ്ങനെ ഉപാധികൾ ഓരോന്നും അതതിൻ്റെ മേഖലയിൽ വ്യാപരിക്കുമ്പോഴും നിർലേപനായി ഞാനിരിക്കുന്നു. ഈ ഒരു ധാരണ ഉറച്ചവനാണ്. എത്ര ക്ഷുബ്ധമായ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലും അവൻ പ്രശാന്തനായിരിക്കും. അല്ലാത്ത ആൾ എത്ര പ്രശാന്തമായ സാഹചര്യത്തിലും ഉള്ളുകൊണ്ട് പ്രക്ഷുബ്ധനായിരിക്കും. ശാന്തിയും സമാധാനവും പുറമേന്ന് കിട്ടുന്നതല്ല, പുറമേന്ന് കിട്ടുകയുമില്ല. ആരുടെ അന്തരംഗം പ്രക്ഷുബ്ധമാണോ അവൻ ഏത് പ്രശാന്ത സാഹചര്യത്തിൽ പോയാലും പ്രക്ഷുബ്ധമായിരിക്കും. ചിന്തിക്കുക.
4-ാം അധ്യായത്തിൽ സർവവേദസാരമെന്ന് പറയാവുന്നൊരു വാക്യം ഓർമ്മിക്കുകയാണ്. കർമ്മണി അകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയ സ ബുദ്ധിമാൻ മനുഷ്യേഷു സ യുക്ത കൃത്സ്ന കർമ്മകൃത്. ആരാണോ കർമ്മങ്ങളിൽ അകർമ്മത്തെ കാണുന്നത്, ആര് അകർമ്മത്തിൽ കർമ്മത്തെ കാണുന്നുവോ അവൻ മനുഷ്യന്മാരിൽ വെച്ച് ബുദ്ധിമാനാണ്, അവൻ സമാഹിതനാണ്, അവൻ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞവനാണ്, അവൻ കൃതകൃത്യനാണെന്നർത്ഥം. ഇനി അവന് കർത്തവ്യം ശേഷിച്ചിട്ടില്ല. ആ ഒരു ദർശനം ഉപാധികളോട് താതാത്മ്യപ്പെട്ട് നെട്ടോട്ടമോടുന്ന ലോകത്തിൻ്റെ മധ്യത്തിൽ സർവകർമ്മബാഹ്യനായി താനായിരിക്കുന്നവൻ. ചിന്തിക്കുക. അയാളെ കൊണ്ടാ പറയുന്നത് ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഇതൊരു വിജ്ഞാനിയുടെ സ്ഥിതിയാണ്, സർവാത്മദർശിയുടെ സ്ഥിതിയാണ്. അത് പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞു. എവിടെ പറഞ്ഞു? സർവഭൂതാത്മഭൂതാത്മാ എന്ന്. അത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ട് പ്രയോജനമില്ലല്ലോ. സർവഭൂതങ്ങളുടെയും ആത്മാവായി സ്വയം തീർന്നിട്ടില്ലല്ലോ നമുക്ക് ഓരോരുത്തർക്കും ഉപാധിയോടാണല്ലോ താതാത്മ്യം. അവനൊന്ന് വേറെ ഇവനൊന്ന് വേറെ എന്ന ചിന്ത തന്നെയാണല്ലോ നമ്മളിലുള്ളത്. അപ്പോൾ ഒരു വിജ്ഞാനിയുടെ സഹജസ്ഥിതി ഇങ്ങനെയാണെന്നുള്ളത് കൈലാസത്തെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നല്ലതാണ്. പക്ഷെ നമ്മൾ കൈലാസത്തിലല്ലല്ലോ. ഒരു സാധകനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ഒരു തലത്തിലേക്ക് ഉയരാൻ സാധിക്കുക? അപ്പോൾ പറയുന്നു, ഒരു വിജ്ഞാനിയുടെ സഹജസ്ഥിതിയാണ് നേരത്തെ പറഞ്ഞത്. അവൻ എന്ത് ചെയ്താലും അതിനാൽ ബന്ധിക്കപ്പെടുന്നില്ല എന്നുള്ളത്. എന്നാൽ സാധകനെ സംബന്ധിച്ച് പരിശ്രമപൂർവം വിവേകത്തോടുകൂടി സംഘത്തെ വെടിഞ്ഞ് ഈശ്വരാർപ്പണ ഭാവത്തിൽ കർമ്മം ചെയ്യൂ. എന്നാൽ ഒരു കർമ്മത്താലും തന്നെ ബന്ധിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് സാധകനും ഉയരാം. ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ പറഞ്ഞു വെച്ചത് സാധകൻ്റെ അവസ്ഥയല്ല. കാരണം സാധകനെ സംബന്ധിച്ച് സർവഭൂതാത്മഭൂതാത്മാ എന്ന സ്ഥിതിയില്ല. എല്ലാ ഭൂതങ്ങളുടെയും അന്തരാത്മാവായി സ്വയം തീർന്നിരിക്കുന്ന അവസ്ഥാവിശേഷം അയാൾക്കില്ല. ഭാവന ചെയ്യാം, ശരിയാ. അപ്പം പിന്നെ അത് പഠിച്ചിട്ട് എന്ത് കാര്യം? ഇതാണ് പരമമായത് എന്ന് ഗുരുനാഥൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ ശിഷ്യന് ശാസ്ത്രസാരം ബോധിക്കും. എത്തിച്ചേരേണ്ടുന്ന ലക്ഷ്യതലം അതാണെന്നുള്ള ഉറപ്പ് വരും. ആ ഉറപ്പ് വന്നാൽ പിന്നെ വ്യതിചലനം വരില്ല. അത് ശരിയാണ്. പക്ഷെ വർത്തമാനത്തിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? അപ്പം പറഞ്ഞു, അതിനുള്ള ഉപായം വേറെ പറഞ്ഞു തരാം. അതെന്താണ്? ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി സംഘം വെടിഞ്ഞ് കർമ്മം ചെയ്യൂ. എന്നാൽ ഇതേ ഫലത്തിലേക്ക്, കർമ്മഫലങ്ങളാൽ ബന്ധിക്കപ്പെടാത്ത ഫലത്തിലേക്ക് ഉയരാം. എങ്ങനെയാ പറയണത് നോക്കൂ. കർമ്മയോഗം എന്നുള്ള നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് അടുത്തത്. അടുത്ത 2 ശ്ലോകങ്ങൾ കർമ്മയോഗത്തിൻ്റെ സാരമാണ്. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. ബ്രഹ്മണ്യാധായ കർമാണി സംഗം ത്യക്ത്വാ കരോതി യഃ
ലിപ്യതേന സ പാപേന പത്മപത്രമിവാംഭസാ. യഹ യാതൊരാളാണോ, ആർക്കും ആവാം, ആർക്കും ആവാം, ആ ഒരു ഭാവന വേണം, അത്രയേ ഉള്ളൂ. ബ്രഹ്മണി കർമാണി ആദായ സംഗം ത്യക്ത്വാ കരോതി. കർമാണി കർമ്മങ്ങളെ ബ്രഹ്മണി ആദായ ബ്രഹ്മത്തിൽ ആധാനം ചെയ്ത് സമർപ്പിച്ച്, സർവേശ്വരനിൽ സമർപ്പിച്ച്, പരമാത്മാവിൽ സമർപ്പിച്ച്. എന്തിനെ? കർമ്മങ്ങളെ. ലൗകികവും വൈദികവുമായി നമ്മൾ ചെയ്യുന്ന സകല കർമ്മങ്ങളെയും. ഇവിടെ ശ്രദ്ധേയമായൊരാശയം പറയട്ടെ. 4-ാം അധ്യായത്തിൽ കർമ്മണോ ഹ്യപി ബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണ അകർമ്മണശ്ച ബോദ്ധവ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്. കർമ്മത്തിൻ്റെ തത്വം അറിയേണ്ടതാകുന്നു, വികർമ്മത്തിൻ്റെ തത്വം അറിയേണ്ടതാകുന്നു, അകർമ്മത്തിൻ്റെ തത്വം അറിയേണ്ടതാകുന്നു എന്ന്. അതിനുശേഷമാണ് ഇവിടെ കർമ്മശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടുന്നത് എന്നർത്ഥം മനസ്സിലാക്കണം. നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ കർമ്മം, സ്വകർമ്മം. മറ്റൊരാൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ അത് കർമ്മമാകുന്നില്ല. നമ്മുടെ കർത്തവ്യമെന്നറിഞ്ഞ് നമ്മൾ ചെയ്യുന്നതാണ് കർമ്മം. ആ കർമ്മങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം: ലൗകികം, വൈദികം. വൈദികം എന്ന് പറഞ്ഞാൽ വേദവിഹിതം, ലൗകികം എന്ന് പറഞ്ഞാൽ ലോകസിദ്ധം. ലോകവിഹിതം അങ്ങനൊരു കർമ്മമില്ല, ഉണ്ടോ? ലോകമൊന്നും വിധിക്കണമൊന്നുമില്ല. ലോകത്ത് ലൗകികം നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യാം, കണ്ടറിഞ്ഞ് ചെയ്യാണ് ലൗകിക കർമ്മങ്ങൾ. നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ പോകുമ്പോൾ വഴിയിലൊരാൾ വയ്യാതെ ഇരിക്കുന്നുവെങ്കിൽ അയാൾക്ക് ശുശ്രൂഷ കൊടുക്കേണ്ടത് ലൗകികമാണ്, അത് ലോകസിദ്ധമാണ്. ഒരാൾക്ക് ദാഹിക്കുന്നുവെങ്കിൽ നമ്മളടുത്ത് വെള്ളമുണ്ടെങ്കിൽ പങ്കുവെക്കേണ്ടത് ലൗകികമാണ്, അത് ലോകസിദ്ധമാണ്, അത് സ്വാഭാവികമായി വരും. പതിയെന്നും പത്നിയെന്നും മകനെന്നും മകളെന്നും പല പല വ്യക്തിത്വ തലങ്ങളിൽ നമ്മൾക്ക് ലൗകിക കർമ്മങ്ങൾ നിരവധിയുണ്ട്. അതെല്ലാം ലോകസിദ്ധമാണ്. എന്നാൽ വൈദികം എന്ന് പറഞ്ഞാൽ വേദവിഹിതമാണ്, വേദത്താൽ വിധിക്കപ്പെട്ടതാണ്. ഇന്നത് ചെയ്യണം എന്ന് വിധിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ രണ്ട് വിധത്തിലും നമ്മൾ ചെയ്യണം. യജ്ഞങ്ങളെ നിർവഹിക്കണം, വിശേഷിച്ച് പഞ്ചമഹായജ്ഞങ്ങളെ നിത്യവും ഗൃഹസ്ഥാശ്രമി ചെയ്യണം, വിഹിതമാണ്. അപ്പോൾ അവിടെ പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം, ദൈവയജ്ഞം, മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം, ഈ യജ്ഞങ്ങളെ ചെയ്തിരിക്കണം, അത് വിഹിതമാണ്. ചിന്തിക്കുക. അപ്പം ലൗകികമായും വൈദികമായും നമ്മൾ ചെയ്യുന്ന അഥവാ ചെയ്യേണ്ടുന്ന സകല കർമ്മങ്ങളെയും ഈശ്വരാർപ്പണ ഭാവത്തിൽ ചെയ്യുക. ഈശ്വരാർപ്പണ ഭാവത്തിൽ ചെയ്യുമ്പോൾ നമ്മുടെ കർമ്മങ്ങൾ തന്നെ ശുദ്ധമായി വരും. നമുക്ക് ജാഗ്രത കൂടുതലുണ്ടാവും. നമ്മൾ വളരെ വൃത്തിയിലും വെടിപ്പിലും ശുദ്ധമായും നമ്മുടെ ഗൃഹങ്ങളിൽ പാചകം ചെയ്യുന്നവരാവട്ടെ. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ അഭിമാനിക്കുന്നത്, ഇല്ലേ? ഞാൻ വൃത്തിയായിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുക എന്നാണ് ഇപ്പോൾ എല്ലാവരും വിചാരിക്കണത്. ആ വിചാരം അവിടെ കിടക്കട്ടെ, നല്ലത് തന്നെ.
എന്നാൽ ഇന്ന് നമ്മൾ വളരെയധികം ആദരിക്കുന്ന, പൂജിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരാൾ നമ്മുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സാധാരണ ഉള്ളതിനേക്കാൾ നമ്മളൊന്നും കൂടി ശ്രദ്ധിക്കില്ലേ? ഇല്ലേ? സ്വാഭാവികമാണത്. സാധാരണ ഉള്ളതിനേക്കാൾ ശ്രദ്ധിക്കും. ഒന്നും കൂടി എല്ലാം ഒന്ന് കഴുകി എല്ലാ വ്യവഹാരത്തിലും ശ്രദ്ധ ഉണ്ടാവും. ഇതേപോലെയാണ് ഈ കർമ്മത്തെ കൊണ്ട് എനിക്ക് ഭഗവാനെ പൂജിക്കാനാണ് ഉള്ളത് എന്ന ഭാവന നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മം ഏതോ ആവട്ടെ, അത് വീട്ടിൽ അടിച്ചു വാരുകയാവട്ടെ, തുടക്കുകയാവട്ടെ, വസ്ത്രം അലക്കുകയാവട്ടെ, ഇന്നതെന്നില്ല, ഏത് കർമ്മമായാലും അതെല്ലാം ശുദ്ധമാവും. അതിനൊക്കെ ഒരു ക്രമികത വരും. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നിടത്തല്ല ഒരു മഹത്വ വീക്ഷണം വേണ്ടത്. വലിയ വലിയ കാര്യങ്ങൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ച് തന്നെയാണ് ചെയ്യുക. മറിച്ച് നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന സാധാരണ കർമ്മങ്ങൾ എത്ര കുശലതയോടുകൂടി ചെയ്യുന്നു, അതാണ് മുഖ്യം. അപ്പോൾ ഈശ്വരാർപ്പണ ഭാവം വരുമ്പോഴത്തേക്ക് നമ്മുടെ കർമ്മങ്ങൾ ശുദ്ധമായി. കർമ്മം ശുദ്ധമാകുമ്പോൾ അതിൻ്റെ ഫലവും ശുദ്ധമായി. പിന്നെ അവിടെ സംശയമുള്ളത്, എങ്ങനെ സാധിക്കും ഈ ഈശ്വരാർപ്പണ ഭാവം? പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഞാനൊക്കെ ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ് ചെയ്യണത് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഭഗവാന് നേദ്യം അല്ലെങ്കിൽ വഴിപാട് സമർപ്പിക്കുക എന്ന് സങ്കല്പിച്ചിട്ട് സമർപ്പിക്കുമ്പോൾ നല്ലൊരു സ്വാദായിക്കോട്ടെ കേട്ടോ, ഇത് വീട്ടിൽ നിന്ന് എല്ലാവർക്കും കൊടുക്കാനുള്ളതാണ്, കുറച്ച് അധികം അളവ് ഇരുന്നോട്ടെ. നോക്കണേ, അവൻ വീട്ടിൽ അടുക്കളയിൽ ഉണ്ടാക്കണതിൻ്റെ പണി ഇല്ലാതാക്കിയിട്ട് അമ്പലത്തിൽ ഏൽപ്പിച്ചു, അത്രയേ ഉള്ളൂ കാര്യം. കേറ്ററിംഗ് സെൻ്ററായി മാറ്റി അമ്പലത്തെ. ചിന്തിക്കുക. ഏത് കർമ്മമായാലും ഇതിനെക്കൊണ്ട് ഈശ്വരനെ പൂജിക്കുകയാണെന്ന് വന്നാൽ അത് ശുദ്ധവും ശ്രേഷ്ഠവും. എങ്ങനെ സാധിക്കും? പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ, പറയാൻ ആർക്കും സാധിക്കും. അപ്പോഴാണ് നാരദീയ ഭക്തിസൂത്രങ്ങളിൽ ഒരു സൂത്രം നമ്മൾ ഓർമ്മിക്കേണ്ടുന്നത്. എങ്ങനെയാണ് യഥാർത്ഥമായ ഭക്തി ഉണ്ടാവുക എന്ന വിഷയം ചിന്തിക്കുന്ന സന്ദർഭത്തിൽ നാരദീയ ഭക്തിസൂത്രത്തിൽ പറയും, തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ. തസ്യാഹ ജ്ഞാനമേവ സാധനം ഇത്യേകേ. ഭക്തി ഉണ്ടാവുന്നതിന് സാധനം ജ്ഞാനമാണ്, അറിവാണ് എന്ന് ചില ആചാര്യന്മാർ പറയുന്നു എന്ന്. ചില ആചാര്യന്മാർ പറയുന്നു എന്ന് പറഞ്ഞിട്ട് താൻ എടുത്തുദ്ധരിക്കണമെങ്കിൽ അത് തനിക്ക് സമ്മതമാണെന്ന് അർത്ഥമാണ്. തനിക്ക് സമ്മതമല്ലെങ്കിൽ അത് താൻ ഉദ്ധരിക്കുക പതിവില്ല. അപ്പം നാരദനും ഇത് സമ്മതമാണ്. അപ്പം എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക? അറിവ് കൊണ്ടാണ് ഭക്തി ഉണ്ടാവുക. അവിടെ അറിവ് എന്നുള്ളതിന് പരമാത്മബോധം എന്നൊന്നും അർത്ഥമെടുക്കരുത്. മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ പാരസ്പര്യബോധം, അത് മതി. ഒന്ന് നിരീക്ഷിക്കൂ ഈ പ്രപഞ്ചത്തെ. ഒരണുകണത്തിൻ്റെ സ്പന്ദനം നോക്കിയാൽ മതി, അണുക്കൾ ചേർന്ന് തന്മാത്രയുണ്ടാവുന്നത് നോക്കിയാൽ മതി, വായുവിൻ്റെ പ്രവാഹം നോക്കിയാൽ മതി, ജലത്തിൻ്റെ പ്രവാഹം നോക്കിയാൽ മതി, ഒരു പൂമൊട്ട് പൂവായി വിടരുന്നത് നോക്കിയാൽ മതി, അമ്മയുടെ ഗർഭത്തിൽ നമ്മൾ കിടന്ന കാലമൊന്ന് ഓർമ്മിച്ചാൽ മതി, ചിരിക്കുന്നത് നോക്കിയാൽ മതി, കരയുന്നത് നോക്കിയാൽ മതി. ഇന്നതെന്ന് പറയുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മാതിസൂക്ഷ്മമായത് മുതൽ സ്ഥൂലാതിസ്ഥൂലമായതുവരെ എല്ലാം ഒരു നിയമത്തിന് വിധേയമായിട്ടാണ് വർത്തിക്കുന്നത്. എല്ലാം ആ നിയമത്തെ ഒന്നുപോലും ലംഘിക്കുന്നില്ല. ഒന്ന് നിരീക്ഷിക്കുമല്ലേ എന്ന്.
എല്ലാത്തിനെയും ഒരു നിയമം അടക്കി ഭരിക്കുകയാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരാദി സകലവും ഒരു വ്യവസ്ഥയ്ക്ക് വിധേയമാണ്. ആ വ്യവസ്ഥയെയാണ് ഉപനിഷത്തിൽ യാഥാ തഥ്യതഃ അർത്ഥാൻ വ്യദധാത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ വേണോ അങ്ങനെ സകലത്തെയും വിശേഷേണ ധരിച്ചിരിക്കുന്നു. ആ വ്യവസ്ഥയെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിക്കുക. ധർമ്മം. ധർമ്മസ്യ പ്രഭുരച്യുത. ധർമ്മത്തിൻ്റെ യജമാനൻ ഈശ്വരനാണ്. ഈശ്വരാധീനമാണ് ധർമ്മം. ഒന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ഘടകത്തെ എടുത്ത് പഠിച്ചാൽ മതി. ഏതെങ്കിലും ഒരു വൈജ്ഞാനിക ശാഖയിലേക്ക് ഒന്ന് ആഴ്ന്നിറങ്ങിയാൽ മതി. നമ്മുടെ ന്യൂറോണുകളെക്കുറിച്ചാണോ അല്ലെങ്കിൽ ഹൃദയത്തെക്കുറിച്ചാണോ ഏതെങ്കിലും ഒരു ഘടകത്തെക്കുറിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പഠിക്കൂ. അതിനെത്ര കണ്ട് നമുക്ക് ആ ശാസ്ത്രത്തെ സ്വീകരിക്കാമോ അതിനനുസരിച്ച് സ്വീകരിക്കൂ. അല്ല, ഈ സമഷ്ടിയിൽ നിന്നാണോ? ചെറുതും വലുതുമായ ആയിരം ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്നെടുക്കൂ, ചിന്തിക്കൂ. നമുക്ക് കാണാൻ സാധിക്കും അത്ഭുതകരമായൊരു നിയമവ്യവസ്ഥ എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് നിർത്തിയിരിക്കുന്നു. ആ വ്യവസ്ഥയാണ് ധർമ്മം. വ്യവസ്ഥാപകനാണ് ഈശ്വരൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എന്നും നീ നിൻ്റെ എന്നും പറയുന്ന സകല കർമ്മങ്ങളും ആ വ്യവസ്ഥയിൽ അന്തർഭവിച്ചതാണ്. ഒരാൾക്കും അതിനെ ലംഘിക്കാൻ കഴിയില്ല. അപ്പോൾ ഈ തിരിച്ചറിവിൽ നിന്നാണ് സമർപ്പണ ഭാവന ഉണ്ടാവുന്നത്. ഭഗവാനെ, എല്ലാത്തിൻ്റെ നിയാമകൻ അവിടുന്ന്. അതിൻ്റെ ചെറിയൊരു പങ്കാണ് ഞാനീ ചെയ്യുന്നത്. ഇതാ അങ്ങയുടെ കർമ്മം അങ്ങേക്ക് തന്നെ സമർപ്പിക്കുന്നു. ഇതിൻ്റെ എല്ലാം യജമാനൻ അങ്ങാണെന്ന ബോധം എനിക്ക് വന്നിരിക്കുന്നു. ബ്രഹ്മണ്യാധായ കർമാണി. പരമാത്മാവിൽ, പരമേശ്വരനിൽ സകല കർമ്മങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് സംഘം ത്യക്ത്വാ, സംഘം ഉപേക്ഷിച്ച്, ഇതിൻ്റെ ഫലം എനിക്ക്, ഇത് ഞാൻ ഇന്നതിനായി കൊണ്ട് ചെയ്യുന്നു, ഈ സംഘത്തെ വെടിഞ്ഞ് മമത്വ സംഘം എല്ലാം അവിടുത്തത്, പിന്നെ സംഘമില്ല. ഈ സമർപ്പണ ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വന്നു ചേരുന്ന ഫലമൊക്കെയും പ്രസാദമാണ്, ഭഗവത് പ്രസാദമാണ്. ആ പ്രസാദത്തിൽ നല്ലതെന്നോ ചീത്തയെന്നോ ഉള്ള ദ്വന്ദ്വബുദ്ധിയെ നമ്മൾ വയ്ക്കുന്നില്ല. സംഘം ത്യക്ത്വാ യഹ കരോതി, യാതൊരാൾ ചെയ്യുന്നുവോ. ഇപ്പം നേരത്തെ പറഞ്ഞ സർവഭൂതാത്മഭൂതാത്മാവല്ല ഇവിടെ, സർവാത്മദർശനം വന്ന വിജ്ഞാനിയല്ല ഇവിടെ. ആണെങ്കിൽ ബ്രഹ്മണ്യാധായ എന്ന് പറയേണ്ട ആവശ്യമില്ല. അയാളൊരു ഈശ്വരനിലൊന്നും സമർപ്പിക്കാനും പോകുന്നില്ല. ഭൂതാത്മാവ് എന്തിൽ സമർപ്പിക്കാനാ? ചിന്തിക്കുക. ആത്മഭിന്നമായിട്ടൊന്നില്ല എന്നറിയുന്നവൻ അന്യമായി എന്തിൽ സമർപ്പിക്കാനാ? ആ തലത്തിനപ്പുറത്താണ് അവൻ്റെ സ്ഥിതി. അതുകൊണ്ട് ഇവിടെ സാധകൻ നേരത്തെ സൂചിപ്പിച്ച ഭാവനയോടുകൂടി കർമ്മങ്ങളെ അഖിലവും, ലൗകികവും വൈദികവുമായ കർമ്മങ്ങളെ അഖിലവും ഈശ്വരനിൽ സമർപ്പിച്ച് സംഘം വെടിഞ്ഞ് ആരാണോ ചെയ്യാനുള്ളത് ചെയ്യുന്നത്, തൻ്റെ കർത്തവ്യങ്ങളെ ചെയ്യുന്നത്,
നേരത്തെ പറഞ്ഞതുപോലെ അത് ലൗകികമാകട്ടെ വൈദികമാവട്ടെ. ഇവിടെ ഭാവനയാണ്. തൻ്റെ വീട്ടിൽ ഗാർഹികങ്ങളായ കർമ്മങ്ങളെ ചെയ്യുകയാവട്ടെ, അല്ലെങ്കിൽ മാതാപിതാക്കളെ സേവിക്കുകയാവട്ടെ, ഇനി ഒന്നുകൂടി വിപുലമായി തൻ്റെ വീടെന്നുള്ള പരിമിതിക്ക് അപ്പുറത്തേക്ക് പോയി ഈ സമാജത്തിൽ എവിടെ ക്ലേശങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടോ അവിടെ നമ്മുടേതായ സേവനം അർപ്പിക്കുകയാവട്ടെ, ഏത് പ്രവൃത്തിയോ ആവട്ടെ, ഇപ്പറഞ്ഞ സമർപ്പണ ഭാവനയുണ്ടെങ്കിൽ അതെല്ലാം ശ്രേഷ്ഠതമമായി തീരുന്നു. ഈ സമർപ്പണ ഭാവന ഇല്ലെങ്കിലോ എന്ത് യജ്ഞം എന്ന് പേരിട്ട് വിളിച്ചാലും അത് യജ്ഞമാവില്ല. യജ്ഞം എന്ന് പേരിട്ട് വിളിക്കാം. ഇവിടെ ഒരു യജ്ഞമാണെന്ന ഭാവനയിൽ നമ്മൾ ഒത്തുകൂടുകയാണ്. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ധർമ്മപ്രഭാഷണ പരമ്പര, ഇതൊരു യജ്ഞമാണ്. യജ്ഞമെന്ന് പേരിട്ട് വിളിച്ചാലും ഏത് ഭാവനയോടുകൂടിയാണോ ചെയ്യണത് അതിനനുസരിച്ച് അതാവൂ. ചിന്തിക്കുക. അപ്പോൾ സംഘം ത്യക്ത്വാ യഹ കരോതി സഹ പാപേന ന ലിപ്യതേ. അവൻ പാപത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല, ബാധിക്കപ്പെടുന്നില്ല. അവനെ കർമ്മഫലം, കർമ്മസംസ്കാരം ബന്ധിക്കുന്നില്ല. ഏതുപോലെ? പത്മപത്രം അംഭസ ഇവ. പത്മപത്രം, താമരയുടെ ദളം, ഇല, അംഭസ ഇവ, വെള്ളത്താൽ എന്ന പോലെ. ഇപ്പം വെള്ളത്തിൽ, ജലാശയത്തിൽ വളരുന്നു താമര. താമരയുടെ ഇലകൾ വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്നു. ആ ഇലയിൽ ഒരു തുള്ളി വെള്ളമായാൽ ഒട്ടും സ്പർശിക്കപ്പെടാതെ അതൊരു മുത്തുപോലെ നിൽക്കുകയാണ്. ഒരു സംസ്പർശവും ഇലയുമായിട്ടുണ്ടാവുന്നില്ല. ഇലയുമായി ഒരു സംസ്പർശവും ഉണ്ടാവുന്നില്ല. ചിന്തിക്കുക. അപ്പം ഇലയിലല്ലേ വെള്ളം? ഇലയിലാണ് വെള്ളം. ഇലയുമായി എന്തെങ്കിലും സംബന്ധമുണ്ടോ, ഒരു സമ്പർക്കമുണ്ടോ? ഇല്ല. ഇതുപോലെ ലൗകിക വൈദിക കർമ്മങ്ങളുടെ മധ്യത്തിൽ കഴിഞ്ഞാലും അയാൾ കർമ്മത്താൽ ലേപനം ചെയ്യപ്പെടുന്നില്ല. നേരത്തെ പറഞ്ഞ വിജ്ഞാനി സർവഭൂതാത്മ, അയാൾ സർവകർമ്മ ബാഹ്യനാണ്. ഇവിടെ സാധകനാണ്, സർവഭൂതാത്മാവൊന്നും ആയിട്ടില്ല. എങ്കിൽ തന്നെയും ഈശ്വരാർപ്പണ ഭാവനയോടുകൂടി സംഘം വെടിഞ്ഞ് ചെയ്യുന്നവൻ ഒരു കർമ്മത്താലും ബാധിക്കപ്പെടുന്നില്ല. ഇതാണ് ഈ ഒരു ഭാഗത്ത് ഉപദേശിക്കുന്നത്. തുടർന്ന് നമുക്ക് നാളെ കൃത്യസമയത്തിന് തുടരാം.